പരിശുദ്ധ റമളാനിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു വലിയ ഓഫറുകളാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കേവലം ഒരു ചെറിയ നന്മയ്ക്ക് ഒരു ഫറളിന്റെ കൂലിയും, ഒരു ഫറളിന് 70 ഫറളിന്റെ കൂലിയും, ഒന്നിന് 70 70,000 ഇരട്ടി പ്രതിഫലമായി ഞാൻ നൽകാം എന്ന് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് തആല നമ്മോട് പറയുന്നുവെങ്കിൽ, നാളെ സുഖലോക സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ മണിമാളികകൾ, കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകൾ, കളകളാരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന അരുവികൾ എന്ന് വേണ്ട, ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലെ അത്യത്ഭുതങ്ങൾ നാളെ സ്വർഗത്തിലെ ഉന്നതമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നാം നൽകുമെന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ, ഇതൊന്നും നമ്മൾ ചെയ്യുന്ന അമലിന്റെ കൂലിയാണ് എന്ന് ധരിച്ചു പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലമായിട്ടല്ല, പിന്നെ ഔദാര്യമായി. ഔദാര്യം അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകുകയാണ്. ഇപ്പൊ ഒരു വലിയ മുതലാളി നമ്മളെ ജോലിക്ക് വിളിക്കുകയാണ്. അയാൾ പറയാണ്, സാധാരണ നാട്ടിൽ ഇത്രയോ കൂലിയുള്ളൂ, പക്ഷെ നിനക്ക് ഞാൻ 1,20,00,000 തരാണ്. എത്ര? 1,20,00,000 തരാണ്. അത് കൂലിയാണോ? അല്ല, പിന്നെ മുതലാളിയുടെ ഓഫറാണ്, ഔദാര്യമാണ്. 60-70 വയസ്സ് ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളോട് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, റമളാൻ എത്തും, ആ റമളാനിൽ ഇന്ന രീതികളൊക്കെ നിങ്ങൾ അമല് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗലോകത്ത് മണിമാളികകളും കൊട്ടാരങ്ങളും അരുവികളും തേനരുവിയും പാലരുവിയും ഒക്കെ നൽകുമെന്ന് പറഞ്ഞാൽ, ഇതൊന്നും നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലമായിട്ടല്ല, പിന്നെയോ അല്ലാഹു ജല്ല ജലാലു അവന്റെ ഔദാര്യമായി നൽകുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരാകണം. നമ്മൾ റബ്ബിനോട് കരുണയെ ചോദിക്കുകയാണ്. കാരുണ്യവാനായ അള്ളാഹുവേ, എന്നിൽ നീ കരുണ ചൊരിയണമേ. പക്ഷെ എന്റെ മനസ്സിൽ കരുണയുണ്ടോ? എന്നിൽ കരുണയുണ്ടോ? നമ്മളിൽ കരുണയുണ്ടോ? നമ്മളിൽ തീരെ കരുണയില്ലാതെ നമ്മൾ പിന്നെങ്ങനെയാണ് കാരുണ്യവാനായ അള്ളാഹുവിനോട് നമ്മൾ കരുണയെ തേടുന്നത്? അപ്പൊ നമ്മൾ കരുണയുള്ളവരാകണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നന്മയുള്ള മനസ്സുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾക്കാണ്, നന്മ പ്രവർത്തിക്കുന്നവർക്കാണ്, കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ കരുണയുള്ളൂ. അള്ളാഹു അവന്റെ കരുണ നമുക്ക് നൽകട്ടെ. അതിന് നമ്മുടെ ഹൃദയം കാരുണ്യമുള്ളതാകട്ടെ. പരിശുദ്ധ ഹബീബ് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നത്, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാനു യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ കരുണാവാരിധിയായ അല്ലാഹു കരുണ ചെയ്യുകയുള്ളൂ. അല്ലാത്തവർക്ക് അല്ലാഹു കരുണ ചെയ്യൂല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് കരുണയില്ല, പാവങ്ങളോട് കരുണയില്ല, സാധുക്കളോട് കരുണയില്ല, യതീമുകളോട് കരുണയില്ല, അനാഥകളോട് അഗതികളോട് കരുണയില്ല. ഞാൻ അള്ളാഹിനോട് അവന്റെ കാരുണ്യത്തെ ഇങ്ങനെ ചോദിക്കാം. ഇതെന്തൊരു വിരോധാഭാസമാണ്? നമുക്ക് അള്ളാഹുവിൽ നിന്ന് കരുണ വേണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരാകണ്ടേ. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവരോട് മാത്രമേ അള്ളാഹുവിന്റെ കരുണ അള്ളാഹു ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഓ മനുഷ്യരെ,
ലോകരെ ഇർഹമു മൻ ഫിൽ അർളി, ഭൂമി ലോകത്തുള്ള എല്ലാവരോടും നിങ്ങൾ കരുണയുള്ളവരാകണം, കരുണയുള്ളവരാകണം, കരുണ കാണിക്കുന്നവരാകണം. എന്നാൽ ഇർഹമുക്കും മൻ ഫിസ്സമാ, ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. മലക്കുകളുടെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അതിന് നമ്മൾ എന്ത് വേണം? ഭൂമി ലോകത്ത് അർഹതപ്പെട്ടവരോട് നമുക്ക് കരുണയുണ്ടാകണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക. നോക്കൂ നിങ്ങള്, മഹദിയായ സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ, ലോകത്തിന്റെ ഉമ്മയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, മുത്തുനബിയുടെ വീട്ടിൽ ജോലിക്കായി, സഹായത്തിനായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീയെ നിർത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ വീട്ടു ജോലിക്കായി ആയിഷ ബീവിയെ സഹായിക്കാൻ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയുടെ ചാരത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ ഭാര്യ ആയിഷ ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ സഹായത്തിനായി നിർത്തിയല്ലോ. അവൾ ആളത്ര നല്ലവളല്ല, തങ്ങളെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ പെണ്ണല്ല, ഫഇന്നഹാ മിൻ അഹ്ലിന്നാർ, ആ പെണ്ണ് നരകാവകാശിയാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ഒരു മോശക്കാരിയാണെന്ന് വെച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ജിബ്രീലല്ലേ ഒന്ന് പറഞ്ഞത്. മുത്തുനബി ആയിഷ ബീവിയോട് പറഞ്ഞു വിട്ടേക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്നോ രണ്ടോ കാരക്ക, മുത്തുനബിയുടെ വീട്ടിൽ അതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടോ കാരക്ക എടുത്ത് കൂലിയായി ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആ പെണ്ണ്, ഏത് പെണ്ണ്? പറഞ്ഞു വിട്ടോളൂ, നരകത്തിന്റെ അവകാശിയാണ്, മോശക്കാരിയാണ്, തങ്ങളെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ പെണ്ണല്ല, ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത്രയും സമയം ചെയ്ത ജോലിക്ക് കൂലിയായി ഒന്നോ രണ്ടോ കാരക്ക എടുത്തു കൊടുത്തു. ഈ പെണ്ണോടൊന്നും പോയി. പോകുന്ന വഴിയിൽ അതാ ഒരു പാവപ്പെട്ട, ഒരു ഫഖീറായ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അയാൾ ഈ പെണ്ണിനോട് പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരുമോ? ഈ പെണ്ണെന്ത് ചെയ്തെന്നറിയുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൊടുത്ത കാരക്ക ഈ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഭക്ഷിപ്പിച്ചു. സയ്യിദുനാ ജിബ്രീൽ നേരത്തെ ഇറങ്ങി വന്നിട്ട്, പെണ്ണ് ശരിയല്ല, തങ്ങളെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ പെണ്ണല്ല, മോശക്കാരിയാണ്, പറഞ്ഞു വിട്ടേക്കൂ എന്ന് പറഞ്ഞ് പെണ്ണിനെ സംബന്ധിച്ചതാ വീണ്ടും വാർത്ത പറയാൻ ആകാശ ലോകത്തു നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആരുടെ അടുത്ത്? മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ആള് ശരിയല്ല, പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞ് തങ്ങളെ വീട്ടിൽ നിന്ന് തിരിച്ചയച്ച പെണ്ണില്ലയോ, ആ പെണ്ണിനെ തങ്ങൾ തിരിച്ചു വിളിക്കൂ. ലിഅന്നഹാ സാറതു മിൻ അഹ്ലിൽ ജന്ന ബിതിൽക സദഖാ. നബിയെ, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി കൊടുത്ത കാരക്കയുമായി പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളെ കയ്യിലാകെയുണ്ടായിരുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി കൊടുത്ത കാരക്ക മുഴുവനോ അസാധുവായ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത കാരണത്താൽ, ആ ഒരൊറ്റ കരുണയുടെ ഹൃദയം കാരണത്താൽ, ആ കാരുണ്യത്തിന്റെ ഹൃദയം കാരണത്താൽ, ആ പെണ്ണിന്റെ നല്ല മനസ്സ് കാരണത്താൽ, ലിഅന്നഹാ സാറതു മിൻ അഹ്ലിൽ ജന്ന,
പെണ്ണിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തോ. അവൾ സ്വർഗത്തിന്റെ അവകാശിയായി. ബിതിൽക സദഖ, ആ പെണ്ണ് കൊടുത്ത സദഖ കാരണത്താൽ സയ്യിദുനാ ജിബ്രീൽ, കാരുണ്യം, കരുണാവാരിധിയായ അള്ളാഹുവിനോട് നമ്മൾ കരുണ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സ് കരുണയുള്ള മനസ്സാകണം. മറ്റുള്ളവരോട്, പാവപ്പെട്ടവരോട്, അഗതികളോട്, മറ്റുള്ളവരോട്, സാധുക്കളോട്, അഗതികളോട്, അനാഥകളോട്, നിർധനരോട് ഒക്കെ നമുക്ക് കരുണയുണ്ടാകണം. എന്നാലേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ. തത്തുല്യമായ മറ്റൊരു സംഭവം കൂടി പറയട്ടെ. ഇതേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ, സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനത്ത് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എപ്പോഴും നല്ല പ്രസന്നവതിയായി കാണാറുള്ള ആയിഷ ബീവിയുടെ മുഖം വല്ലാതെ പ്രയാസപ്പെട്ടു, സങ്കടത്തിലായിരിക്കുന്ന കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, ഇങ്ങനെയല്ലല്ലോ മോളെ ഞാൻ വരുമ്പോൾ നീ ഇരിക്കാറ്, നിന്റെ മുഖം വല്ലാതെ പ്രയാസത്തിലായി സങ്കടത്തിലായി കാണുന്നല്ലോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോടൊരു കഥ പറഞ്ഞു. നബിയെ, കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ ഉമ്മ, ഒരു സ്ത്രീ, ആ ഉമ്മയുടെ 2 കുഞ്ഞു മക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കടന്നു വന്നു. നബിയേ, ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും തരണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ നോക്കുമ്പോ നമ്മുടെ വീട്ടിൽ 3 കാരക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 3 കാരക്കയും എടുത്തിട്ട് പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നബിയേ, ഞാൻ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിന്നു നോക്കുമ്പോൾ ആ കൊടുത്ത 3 കാരക്ക ഒരെണ്ണം ഒരു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു, മറ്റേ ഒരെണ്ണം മറ്റൊരു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു. വിശപ്പിന്റെ ആർത്തി കൊണ്ട് ആ 2 മക്കളും കിട്ടിയ കാരക്ക അവർ 2 പെട്ടെന്ന് കഴിച്ചു. നബിയേ, ഒരെണ്ണം ഉമ്മയായ പാവപ്പെട്ട സ്ത്രീ കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്മി ചൊല്ലി അവരുടെ വായിലേക്ക് ഇങ്ങനെ വെക്കാൻ പോകുമ്പോൾ വിശപ്പിന്റെ വിളിയാളം കൊണ്ട് ആ 2 മക്കളും ഉമ്മയെ ദയനീയമായി നോക്കിയിട്ട് ആ കാരയ്ക്ക് കൂടി യാചിച്ചപ്പോൾ, ആ കാരയ്ക്ക കൂടി വേണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ പെറ്റുമ്മ വായിലേക്ക് വെച്ച കാരയ്ക്ക 2ആയി പിളർന്നിട്ട് ആ 2 മക്കളെ കയ്യിൽ വെച്ചു കൊടുത്തു. നബിയേ, ഞാനിത് കണ്ടപ്പോൾ പ്രവാചകരെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉമ്മയുടെ വാത്സല്യം, ഒരു ഉമ്മയുടെ മക്കളോടുള്ള വാത്സല്യം, യാ റസൂലല്ലാഹ്, എത്ര വലുതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ. ആയിഷ, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന, ആ ഒരൊറ്റ കാരണത്താൽ ആ ഉമ്മ സ്വർഗത്തിന്റെ അവകാശിയായി പോയി മോളെ. ഔ അഅഖദഹാ മിനന്നാർ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അല്ലാഹു മോചിപ്പിച്ചു. അല്ലാഹു, എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ മർഅതി ബിവലദൈഹാ. ആ 2 മക്കളോട് ഈ ഉമ്മ കാണിച്ച കാരുണ്യമുണ്ടല്ലോ, കരുണയുടെ ഹൃദയമുണ്ടല്ലോ, അത് കണ്ടപ്പോൾ നിനക്ക് സങ്കടം വന്നെങ്കിൽ, നിനക്ക് സ്നേഹം വന്നെങ്കിൽ, നിന്റെ ഖൽബിന് ആർദ്രത വന്നെങ്കിൽ, നിന്റെ ഹൃദയത്തിന് കാരുണ്യം വന്നെങ്കിൽ, ആയിഷ,
അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ മർഅതി ബിവലദൈഹാ. ഇതിനേക്കാൾ ഈ ഉമ്മ ഈ മക്കളോട് കാട്ടിയ കാരുണ്യത്തെക്കാൾ എത്രയോ വലിയ കാരുണ്യമാണ് അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് അവന്റെ അടിമകളോട് കാട്ടുക. ആയിഷ സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് അല്ലാഹുവിന്റെ കാരുണ്യം. അല്ലാഹു ജല്ല ജലാലുവിന്റെ കാരുണ്യം അതാണ് മഹാന്മാര് പാടി പഠിപ്പിക്കുന്നത്. ഇൻകുന്ത ലാ തർഹമിൽ മിസ്കീന ഇൻ ഉദിമ വലൽ ഫഖീറ ഇദാ യശ്കൂലകൽ അദമ. ഇൻകുന്ത ലാ തർഹമിൽ മിസ്കീന ഇൻ ഉദിമ. പാവപ്പെട്ട മിസ്കീന്മാരോട്, ഫഖീറന്മാരോട്, അനാഥകളോട്, അഗതികളോടൊന്നും നിനക്ക് കാരുണ്യമില്ല, നിനക്ക് കരുണയില്ല എങ്കിൽ വലൽ ഫഖീറ ഇദാ യശ്കൂലകൽ അദമ. നിന്നോട് ഇല്ലായ്മ പറഞ്ഞു വരുന്ന, സങ്കടം പറഞ്ഞു വരുന്ന ആളുകളോട് എന്തില്ല, നിനക്ക് കരുണയില്ല. എന്നാൽ ഫകൈഫ തർജു മിനർ റഹ്മാനി റഹ്മതഹു വഇന്നമാ യർഹമുർ റഹ്മാനു മൻ റഹിമ. ഫകൈഫ തർജു മിനർ റഹ്മാനി റഹ്മതഹു. പിന്നെ എങ്ങനെടാ നീ അല്ലാഹു ജല്ല ജലാലുഹു ആകുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരുണയെ നീ എങ്ങനെ തേടുക? നിനക്കാരോടും കരുണയില്ല, നിനക്കാരോടും സ്നേഹമില്ല. നീ പാവങ്ങളെ വിലയറിയുന്നില്ല, സാധുവിനെ നീ അറിയുന്നില്ല, മിസ്കീമാരെ നീ അറിയുന്നില്ല. നിനക്ക് കരുണ വേണം, കരുണ വേണമെന്ന് അല്ലാഹുവോട് ചോദിക്കുക. ആ റബ്ബിന്റെ കരുണ നീ എങ്ങനെയാണ് തേട്? നിനക്ക് എന്ത് അർഹതയാണ് ചോദിക്കുക? അല്ലാഹുവിന്റെ ഭാരമായ കാരുണ്യം കരുണയുള്ളവർക്ക് മാത്രമേ അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് മഹാന്മാർ. കാരുണ്യത്തിന്റെ നാളുകൾ തീരുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നല്ല കരുണയുള്ള മനസ്സിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മളെ മാറ്റി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭാരമായ കാരുണ്യം ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.